എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഹൈഡ്രോളിക്സ് ലാബിന്റെ ഭാഗമായ ബെർണോളിസ് തിയറം എക്സ്പെരിമെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടു. ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഓറിഫൈസ് മീറ്ററും വെഞ്ചുറി മീറ്ററുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഓറിഫൈസ് മീറ്ററും വെഞ്ചുറി മീറ്ററും നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് ലൈനിന്റെ ഡിസ്ചാർജ് കണ്ടെത്താനൊക്കെയാണ് നമ്മൾ ഓറിഫൈസ് മീറ്ററും വെഞ്ചുറി മീറ്ററും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഓറിഫൈസ് മീറ്ററും വെഞ്ചുറി മീറ്ററും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ്. ആദ്യം ഇതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് എക്സ്പെരിമെന്റിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ ഒരു സമ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റിസർവോയർ ഉണ്ടെന്ന് പറയാം. ഈ റിസർവോയറിൽ നിന്നും വെള്ളത്തിനെ നമുക്ക് പൈപ്പ് ലൈനുകളിലേക്ക് എത്തിക്കുന്ന ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു റെഗുലേറ്റിംഗ് വാൽവ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൈനുകളിലേക്ക് വാട്ടറിനെ സപ്ലൈ ചെയ്യുന്നത്. ആ വാട്ടർ ഈ ലൈനുകളിലൂടെ ഒഴുകി ഓറിഫൈസ് മീറ്ററിലൂടെയും അതേപോലെ തന്നെ വെഞ്ചുറി മീറ്ററിലൂടെയും പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്ലോ കൺട്രോൾ വാൽവ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാം ഡിസ്ചാർജ് വാൽവ് ഉണ്ടെന്ന് പറയാം. ഇതിനെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കളക്റ്റിംഗ് ടാങ്കിലേക്കുള്ള വെള്ളത്തിനെ എത്തിക്കുന്നത്. കളക്റ്റിംഗ് ടാങ്കിൽ വെള്ളം ഉയരുന്നത് നമുക്കറിയാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു പീസോമീറ്ററും ഒരു സെന്റിമീറ്റർ സ്കെയിലും കാണാം. അതേപോലെ തന്നെ പ്രഷർ ഡിഫറൻസ്, വെഞ്ചുറി മീറ്ററിലെ പ്രഷർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെർക്കുറി മാനോമീറ്റർ കാണാം. ഒപ്പം നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓറിഫൈസ് മീറ്റർ ആണെങ്കിലും വെഞ്ചുറി മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു പൈപ്പ് ലൈനിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ കണ്ടെത്തേണ്ടത് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണെന്നുള്ളതാണ്. അത് ഓറിഫൈസ് മീറ്റർ ആണെന്നുണ്ടെങ്കിലും വെഞ്ചുറി മീറ്റർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താനുള്ളത് അതിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണെന്നുള്ളതാണ്. കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടെത്താൻ നമുക്കറിയാലോ എന്തൊക്കെ വേണം, ആക്ച്വൽ ഡിസ്ചാർജ് വേണം, അതേപോലെ തന്നെ തിയററ്റിക്കൽ ഡിസ്ചാർജ് വേണം. തിയററ്റിക്കൽ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് എത്രയാണ് അല്ലെങ്കിൽ പ്രഷർ ഹെഡ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതേപോലെ ആക്ച്വൽ ഡിസ്ചാർജിന് നമുക്കൊരു നിശ്ചിത അളവുള്ള ഒരു കളക്റ്റിംഗ് ടാങ്ക് ഉണ്ട് അല്ലെ. 0.4 മീറ്റർ നീളവും 0.3 മീറ്റർ വീതിയും 0.1 മീറ്റർ ഉയരവുള്ള ഒരു കളക്റ്റിംഗ് ടാങ്ക് ഉണ്ട്. ആ കളക്റ്റിംഗ് ടാങ്കിൽ 0.1 മീറ്റർ നിറയുന്നതിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത് ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ച് മെഷർ ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിൽ ആ കളക്റ്റിംഗ് ടാങ്കിൽ വന്ന വെള്ളം എന്ന് പറയുന്നത് ഈ പൈപ്പ് ലൈനിന്റെ ഡിസ്ചാർജ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓറിഫൈസ് മീറ്റർ എന്താ നമുക്കറിയാലോ, ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൽ സെൻട്രലായിട്ടുള്ള ഒരു ഹോളുള്ള ഒരു ഡിവൈസ് ആണ് ഓറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. അതിനകത്തൂടെ ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. ആ പ്രഷർ ഡ്രോപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ ഡിസ്ചാർജ് കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻസ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓറിഫൈസ് മീറ്റർ അപ്പാരറ്റസിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് ലൈൻ നമുക്ക് തന്നിട്ടുള്ള പൈപ്പ് ലൈനിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 25 mm ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം 0.025 മീറ്റർ ആണെന്ന് പറയാം. ഡയമീറ്റർ ഓഫ് ദ ഓറിഫൈസ് എന്ന് പറയുന്നത് 19.79 mm ആണ്, അതായത് 0.01979 മീറ്റർ എന്ന് പറയാം. ഓക്കെ, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡിവൈസിന്റെ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്. നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു വാല്യൂ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തന്നിട്ടുള്ള കളക്റ്റിംഗ് ടാങ്കിന്റെ ഏരിയ എന്ന് പറയുന്നത് 0.4 മീറ്റർ നീളവും 0.3 മീറ്റർ വീതിയുമാണ്. ഉയരം നമുക്കറിയാലോ 0.1 മീറ്റർ ആണ്, അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ആണ് നമ്മൾ ഉയരമായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ മെർക്കുറി മാനോമീറ്ററിലെ മെർക്കുറിയുടെ ലെവല് ഈവൻ അല്ലേ അല്ലെങ്കിൽ രണ്ട് സൈഡും തുല്യമല്ലേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സമ്പില് അല്ലെങ്കിൽ റിസർവോയറിലുള്ള വെള്ളത്തിന്റെ അളവ് സഫീഷ്യന്റ് അളവിൽ വെള്ളം ഇല്ലേ എന്നുള്ളതും പ്രൈമിംഗ് പ്രോസസ്സുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഒപ്പം തന്നെ എല്ലാ റെഗുലേറ്റിംഗ് വാൽവുകളും ഡിസ്ചാർജ് വാൽവുകളെല്ലാം തന്നെ ക്ലോസ്ഡ് പൊസിഷൻ അല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ വാൽവുകളുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണ്, ക്ലോസിംഗ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ്. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന പ്രഷർ വാൽവുകൾ മാനോമീറ്ററിലേക്കും അതേപോലെ തന്നെ ഓറിഫൈസിലേക്കും കണക്ട് ചെയ്തിട്ടുള്ള പ്രഷർ വാൽവുകളെല്ലാം തന്നെ ക്ലോസ്ഡ് പൊസിഷനിലല്ലേ നോക്കുക. ഇവിടെ മാനോമീറ്ററിന്റെ ഏറ്റവും മുകളിലായിട്ട് 2 ചെറിയ വാൽവുകൾ കാണും. ഇത് എല്ലാ സമയത്തും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കണം. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു എയർ ട്രാപ്പ് ഇതിനകത്ത് വന്നാൽ, എയർ ബബിൾസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലീഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു വാൽവിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു വാൽവുകൾ എല്ലാ സമയത്തും ക്ലോസ്ഡ് പൊസിഷനിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഓറിഫൈസ് മീറ്ററിന്റെ എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെഞ്ചുറി മീറ്റർ പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് പൊസിഷനിൽ അല്ലേ എന്നുള്ളത് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. ഓക്കെ, അതിനുശേഷം നമ്മൾ പവർ സപ്ലൈ ബട്ടൺ ഓൺ ചെയ്യുക. പമ്പിന്റെ റെഗുലേറ്റിംഗ് വാൽവ് പൂർണ്ണമായിട്ടും തുറന്നിടുക. പൂർണ്ണമായും തുറന്നു വെച്ചതിന് ശേഷം നമ്മൾ ഓറിഫൈസ് മീറ്ററിന്റെ ഡിസ്ചാർജ് റെഗുലേറ്റിംഗ് വാൽവ് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ പൂർണ്ണമായും ഡിസ്ചാർജ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്.
അതിനുശേഷം പ്രഷർ വാൽവുകളെ ഓപ്പൺ ചെയ്യുക. പ്രഷർ വാൽവുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ മെർക്കുറി ലെവൽ മാറിയതായിട്ട് കാണാം അല്ലെ. മാനോമീറ്ററിന്റെ ലെഫ്റ്റ് റൈറ്റ് ലിമ്പുകളിലായിട്ട് ഒരു താഴ്ന്ന അളവിലുള്ള ഒരു മെർക്കുറി ലെവലും ഉയർന്ന അളവിലുള്ള ഒരു മെർക്കുറി ലെവലും നമുക്ക് കാണാം. ഇതിൽ ഉയർന്ന അളവിനെ നമുക്ക് H1 ആയിട്ടും താഴ്ന്ന അളവിനെ നമുക്ക് H2 ആയിട്ടും എടുക്കാം. അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹെഡ് നമുക്ക് കാണിച്ചു തരുന്ന മെർക്കുറിന്റെ ടേമിലാണ്. നമ്മളത് മീറ്റർ ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് കളക്ടിംഗ് ടാങ്കിന്റെ റെഗുലേറ്റിംഗ് വാൽവ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ട് 10 സെന്റിമീറ്റർ നിറയുന്നതിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത് സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കണം. ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്ററിന് 12 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് 22 വരെ എത്ര സെക്കൻഡ് സമയം ആവശ്യമാണെന്നുള്ളത് നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് വെച്ച് നോട്ട് ചെയ്യാം. ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്തിടുക. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 12 സെക്കൻഡ്സ് ആണ്. അതിനുശേഷം വ്യത്യസ്ത ഡിസ്ചാർജിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ H1 H2 മെഷർ ചെയ്യാലോ. അതേപോലെ 10 സെന്റിമീറ്റർ നിറയുന്നതിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളതും നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇതിന്റെ ഹെഡിനെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് വ്യത്യസ്ത പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഇതേ റീഡിങ്ങുകൾ തന്നെ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടെത്താൻ സാധിക്കും. കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ അക്യുറസി എത്രത്തോളം ഉണ്ടെന്നുള്ളതും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പമ്പിനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. പമ്പിനെ ഓഫ് ചെയ്തതിന് ശേഷം മെർക്കുറി ഈവൻ ലെവൽ ആയതിനു ശേഷം എല്ലാ വാൽവുകളും പഴയതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക. താങ്ക് യു.